ഹായ്. അപ്പം നമ്മൾ ഞായറാഴ്ച രാവിലെ 10:20 നേത്രാവതിയിൽ നമ്മൾ കയറി. പിന്നെ തിങ്കളാഴ്ച വെളുപ്പിന് ഒരു 3-3:30 ആയപ്പോഴത്തേക്കിനും നമ്മൾ ബൈന്ദൂറിലെത്തി. അവിടുന്ന് ടാക്സിയിൽ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് റൂം കിട്ടി. അപ്പം നമുക്ക് നടന്നങ്ങോട്ട് ക്ഷേത്രത്തിലോട്ട് കയറാം, അത്ര അടുത്ത് റൂം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒന്ന് ശകല നേരം ഒന്ന് ഉറങ്ങി കുളിച്ച് ഫ്രഷായിട്ട് നമ്മളൊരു 8-8:30 ആയപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോവുക കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ആദ്യം തന്നെ നല്ലൊരു കാഴ്ച നമ്മൾ കണ്ടു കേട്ടോ. നല്ല സുന്ദര കുട്ടപ്പന്മാരെ 2 പേര് ആഹാരം കഴിക്കുക. അപ്പോൾ നമ്മൾ അവരെ കണ്ടിട്ട് നമ്മൾ ചെരുപ്പൊക്കെ അവിടെ സ്റ്റോളിൽ കൊടുത്തിട്ട് നമ്മൾ നേരെ മൂകാംബിക ക്ഷേത്രത്തിലേക്കല്ല പോകുന്നത്. നമ്മൾ ആ സൈഡിന്, ഇതൊക്കെ സ്റ്റാളാണ്, സൈഡിൽ കാണുന്ന സ്റ്റാളാണ്. ഇതിൻ്റെ ഇതങ്ങോട്ട് നേരെ അങ്ങോട്ട് ചെല്ലുമ്പം ഗണപതി അമ്പലമുണ്ട്. അപ്പോൾ ഗണപതിയെ കണ്ട് പ്രാർത്ഥിച്ച് അതിന് ശേഷമാണ് നമ്മൾ മൂകാംബിക ദേവിയെ കാണാനായിട്ട് കയറുന്നത്. അപ്പം നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ കയറി തൊഴുത് പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂവൊക്കെ മേടിച്ച് ദേവിക്ക് കൊടുക്കാനുള്ള താലമൊക്കെ മേടിച്ചിട്ട് ഇനി നമ്മൾ വരിക്ക് നിൽക്കാനായിട്ട് പോവുക കേട്ടോ. പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. അപ്പം നമ്മളും ദാണ്ട വരിക്ക് നിൽക്കുക കേട്ടോ. എല്ലാം കമ്പിക്കെട്ടാണ്. അപ്പം നമ്മളും ആ കമ്പിക്കെട്ടിനകത്ത് കയറി നിൽക്കുക. അപ്പോൾ ദാണ്ട കുഞ്ഞാമ്മിയും കേശുകൂട്ടനും കൂടെ കളി തുടങ്ങി. കുഞ്ഞാമ്മി ഇങ്ങനെയൊന്നും നിൽക്കുന്നതല്ല, പിന്നെ നമുക്ക് കുടിക്കുമ്പോൾ വെള്ളമൊക്കെ ഇഷ്ടംപോലെ കൊണ്ടു തരും. അപ്പം നമ്മളും ജനം കണ്ടോ, തൊഴാനുള്ള വരിയാണ് അത് കേട്ടോ. ഈ സാരിയുടെ സ്റ്റാള് കണ്ടോ, ഇത് ദേവിക്ക് ചാർത്തിയ സാരികളാണ് കേട്ടോ. ഇത് നമുക്ക് സ്റ്റാളിലൊരു വില ഇട്ടിട്ടുണ്ട്, ആ വിലയ്ക്ക് നമുക്ക് മേടിക്കാം. അപ്പം ഞങ്ങൾ തിങ്കളാഴ്ച ദിവസം നമ്മൾ ഒരു സാരി നമ്മൾ മേടിച്ചു. ഒരുപാട് വിലയുള്ള സാരികളുണ്ട്, 7,000, അതുപോലെ തന്നെ 1,000 കുറവുള്ള സാരികളുണ്ട്, 7,000, 8,000, അങ്ങനെ കൂടിയ സാരികളും പല വിലയുടെ സാരികൾ കിടപ്പുണ്ട്. ഇത് ദേവിക്ക് ചാർത്തിയ സാരിയാണ്. അപ്പം നമുക്ക് അത് ശുദ്ധിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മേടിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ദണ്ട ഉച്ചഭക്ഷണം അവിടെ തന്നെ അന്നദാനം ഉണ്ട് കേട്ടോ. അന്നദാനം ചോറ്, സാമ്പാർ, രസം, പച്ചമോര് ഇത്രയും നമ്മൾ കഴിച്ചിട്ട് അവിടുന്ന് നമ്മൾ പിന്നെ ദാണ്ട ഈ ഓഡിറ്റോറിയത്തിൽ
കഴിഞ്ഞ പ്രാവശ്യം മൂകാംബികയിൽ പോയപ്പോൾ എനിക്ക് അന്നദാനം കഴിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്ന ഇപ്രാവശ്യം അത് തീർന്ന്. ഉച്ചയ്ക്കും അന്നദാനം കഴിച്ച് രാത്രിയിലും അന്നദാനം കഴിച്ച്. അങ്ങനെ എന്തായാലും സന്തോഷമായി. കുഞ്ഞാമ്മിക്ക് ഡാൻസ് കളിക്കാനായിട്ട് ഒരുങ്ങി വന്ന കുട്ടികളെയൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷം. കുറച്ച് നേരം അവരെ ഒന്ന് നോക്കിക്കൊണ്ട് നിന്നിട്ട് പിന്നെ പിന്നെ ഓടുക, നിൽക്കുവല്ല, ഓടി ഓടി അങ്ങ് വീഴുക. അങ്ങനെ പിന്നെ ഞങ്ങളങ്ങ് പിടിച്ചു കൊണ്ടുപോയി. നല്ല ചൂടും നല്ല വെയിലുമായിരുന്നു. അപ്പം നമ്മളെന്ത് ചെയ്ത് വെള്ളം കുടിച്ചോളാൻ വയ്യ. അപ്പം നമ്മൾ ആദ്യമേ നമ്മൾ ഗണപതി അമ്പലത്തിൽ തൊഴുതല്ലോ. അപ്പം ആ ഗണപതി അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ചേട്ടൻ നാരങ്ങ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളത് ഓർഡർ ചെയ്തിട്ട് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഒരു തിരുമേനിയുടെ വീടിൻ്റെ മുമ്പിലായിട്ട് അരിമണികൾ ഇട്ട് കൊടുക്കുന്ന തിരുമേനി. അപ്പോൾ അത് ദാണ്ട കൊത്തിയെടുക്കാനുള്ള ഉപ്രാളവും ഒക്കെ കാണിക്കുക. കുറച്ച് പ്രാവുകൾ അരിമണി ഇട്ട് കൊടുക്കുന്നുണ്ട് തിരുമേനി അവിടെ നിന്നുകൊണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് കണ്ടോ. അപ്പോഴത്തേന് ചേട്ടൻ ഇവിടെ സോഡാ നാരങ്ങ വെള്ളം ഒഴിക്കുക കേട്ടോ. ഉണ്ടോ, ഭയങ്കര വെയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഇത്രയും വെയിലോ ഒന്നുമില്ലായിരുന്നു. നല്ലൊരു മഞ്ഞും പിന്നെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു, നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയിട്ടായിരുന്നു നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് വൈകിട്ട് വീണ്ടും കുളിച്ച് ഒരു 5 മണിയാകുമ്പോഴത്തേക്കിന് അമ്പലത്തിൽ പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ആ റൂമിൽ നിന്നുകൊണ്ട് കാണാം അമ്പലത്തിൻ്റെ ഫ്രണ്ട്. അത്ര അടുത്താണ് കേട്ടോ. നല്ല വെയിൽ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിൽ അവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പം നല്ല തണുപ്പും നല്ല മഞ്ഞും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ. ഇപ്രാവശ്യം നേരെ ഓപ്പോസിറ്റ് വെയിൽ. ഇവിടെ നിന്നുകൊണ്ട് കാണാം അമ്പലം കേട്ടോ. ഇത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ, റൂമിൻ്റെ ജന്നലാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കാണുന്ന അമ്പലം. അത്ര അടുത്ത് നമുക്ക് റൂം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം അടുത്ത് തന്നെയാണ് കിട്ടിയത്. റൂമിൽ ചെന്ന് നന്നായിട്ടൊന്ന് കിടന്ന് ഒന്ന് മയങ്ങിയിട്ട് എഴുന്നേറ്റ് വീണ്ടും കുളിച്ച് നമ്മൾ വൈകിട്ടലത്തെ ദേവിയെ കാണാനായിട്ട് നമ്മൾ പോവുക കേട്ടോ. അതുകൊണ്ട് അപ്പം വലിയ വരിയില്ല, വലിയ തിരക്ക് ഞങ്ങൾ കണ്ടില്ല. എന്നാലും നമ്മൾ കുറച്ച് വരി നിന്ന്. അപ്പോൾ ദാണ്ട കുഞ്ഞാമ്മയുടെ നിർബന്ധം കണ്ടോ. കുഞ്ഞാമ്മയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല. കുഞ്ഞാമ്മയ്ക്ക് ഓടണം, ഓടിക്കളിക്കണം. ഇങ്ങനെ പിടിച്ചൊരിടത്ത് ഇരുത്തിയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വരിക്ക് നിൽക്കുന്ന ഒന്നും ഇഷ്ടമല്ല, ഭയങ്കര നിർബന്ധമാണ്. ഇതിപ്പോൾ ദേഷ്യം കാണിക്കുക കേട്ടോ. സന്ധ്യ ആയപ്പോൾ ആ ദേവിയുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ വിളക്ക് കത്തിച്ച് കേട്ടോ. നല്ല ഭംഗിയാണ്, വലിയ വിളക്കാണ്. അപ്പോൾ 2 പേര് നിന്ന് തിരിയൊക്കെ ഇട്ട് ആ എണിയിൽ കയറി നിന്ന് തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിക്കുന്നത് വൈകുന്നേരത്ത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പം നമ്മൾ സന്ധ്യയ്ക്ക് ദീപാരാധന കണ്ട് നല്ല വൃത്തിയായിട്ട് ദേവിയെ കണ്ട് തൊഴുതിറങ്ങി അവിടുത്തെ നിവേദ്യം ലഡുവും ഒക്കെ മേടിച്ച്. ഇത് കഴിഞ്ഞിട്ട് ഇനി കഷായമുണ്ട്, അതൊക്കെ നമ്മൾ മേടിക്കും. 8 മണി കഴിയും അതൊക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാളിലോട്ട് വന്നിട്ട് ഈ ഒരു സാരിയാണ് നമ്മൾ എടുത്തത്. നമ്മൾ രാത്രിയിലത്തെ അന്നദാനം കഴിക്കാനായിട്ട് പോയി. ഇതാണ് രാത്രിയിലത്തെ അന്നദാനം. ഇതും അതുപോലെ തന്നെ ഉച്ചക്കലത്തെ പോലെ തന്നെ ചോറും സാമ്പാറും രസവും പച്ചമോരും. നല്ല സന്ധ്യ ആയപ്പം അമ്പലത്തിൽ നല്ല തണുപ്പ്, നല്ല അന്തരീക്ഷമായിരുന്നു. നമുക്ക് റൂമിലോട്ട് പോകാൻ തോന്നത്തില്ല, നമ്മളവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ദാണ്ട കുഞ്ഞുങ്ങൾ അവിടെയൊക്കെ ഓടിക്കളിച്ച്. അപ്പോഴും ജനങ്ങൾ കണ്ടോ ഇഷ്ടംപോലെ തൊഴാനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ദാണ്ട സ്വർണ്ണരഥ തേര് ഇതൊക്കെ ഞങ്ങൾ കണ്ട്. കഷായവും മേടിച്ച് കേട്ടോ. കഷായം മേടിച്ച് ഞങ്ങൾ എല്ലാവരും കുടിച്ച്. സ്വർണം കൊണ്ടുള്ള ഈ തേരുണ്ടല്ലോ, അതിൽ ദേവിയെ വെച്ചിട്ട് വലം വെക്കുന്നതിന് മുന്നേ ആയിട്ട് ദേവിയുടെ മുമ്പിൽ, ആ രഥത്തിൻ്റെ മുമ്പിൽ തേങ്ങ പൊട്ടിക്കുന്നുണ്ട്. അപ്പം അമ്പലത്തിൻ്റെ ചുറ്റിനും ഈ ദേവിയെ ഇരുത്തിക്കൊണ്ട് ഈ തേര്
വലിച്ചുകൊണ്ട് പോകും. ഇത് സ്വർണ്ണത്തിലുള്ള രഥമാണ് കേട്ടോ. അത് നമുക്കാർക്കും തൊടാൻ പറ്റത്തില്ല. ഭയങ്കര സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റിയായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അതേസമയം വലിയ രഥമുണ്ട്. അതിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിടിച്ചായിരുന്നു. ഇപ്രാവശ്യവും ഞാൻ പിടിച്ച് രഥം ഞാനും ആ വടത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ തൊടാൻ പറ്റത്തില്ല. അതിൻ്റെ ചുറ്റിലും നമുക്കും പ്രദക്ഷിണം വെച്ചിട്ട് പിന്നെ വന്ന് നമ്മൾ തൊഴുക കേട്ടോ. അപ്പോഴെല്ലാം ഈ ദേവിയെ പുറത്ത് കൊണ്ടുവരുമ്പോഴൊക്കെ അമ്പലം അടച്ചിട്ടേക്കത്തേ ഉള്ളൂ. തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ഞങ്ങൾ 2 പ്രാവശ്യം ദേവിയെ കയറി കണ്ട് തൊഴുത്. ഒന്ന് വരിക്ക് നിന്നും തൊഴുത്, ഒന്ന് അല്ലാതെ ഞങ്ങൾ കയറി തൊഴുത്. 2 പ്രാവശ്യം. അപ്പം 3 ദർശനമായി. ഇനി നാളെ ചൊവ്വാഴ്ച രാവിലെയും ചെന്ന് ദേവിയെ കണ്ടൊന്ന് തൊഴണം എന്ന് വിചാരിച്ചിരിക്കുക. തിരക്ക് ഭയങ്കരമാണ്, ചൂടും. എന്നാലും നാളെയും കൂടി ഒന്ന് ദർശനം നടത്തിയിട്ട് പോവാം. നമുക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30ക്കാണ് ട്രെയിന്. നമുക്ക് സമയമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത് തിങ്കളാഴ്ച വൈകിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ ക്യൂ നിന്നുള്ള തൊഴിലും അപ്പുറത്തെ സൈഡിൽ 100 രൂപയുടെ നമ്മൾ ടോക്കൺ എടുത്തിട്ടുള്ള തൊഴിലുമാണ്. അമ്പലം അടയ്ക്കുന്നിടം വരെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. അമ്പലം അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. പിന്നെ നമ്മൾ ലഡുവൊക്കെ മേടിച്ച് ഇതാണ്ടോ കുറേ മേടിച്ച് കേട്ടോ. ഇത് ഞാൻ 2 എണ്ണം കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ കുപ്പിവള കണ്ടോ, ഇത് തിരുമേനി എനിക്ക് തന്നതാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന്. അപ്പോൾ അത് കയ്യിലിട്ടോളാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് തന്നെ എടുത്ത് കയ്യിലിട്ടതാണ്. ദേവിക്ക് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നതാണ് ഈ കുപ്പിവള, സാരി ഒക്കെ. അപ്പം ഒരുപാട് പേരുടെ കയ്യിലിരിക്കുന്ന താലത്തിനകത്ത് ഞാൻ കണ്ട് ഒരുപാട് പേര് സാരി സമർപ്പിക്കുന്നുണ്ട് ദേവിക്ക്. പിന്നെ കുപ്പിവള, സാരിയുടെ കൂടെ തന്നെ പല കളറിലെ കുപ്പിവള. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭക്തജനങ്ങൾക്ക് തരും. എനിക്ക് 2 കുപ്പിവളയും കുറച്ച് കുങ്കുമം അതും തന്ന്. കുട്ടികൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചറുടെ കാലയിൽ തൊട്ട് വണങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാവിലെ നമ്മൾ പോയി തൊഴുത്, അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് നമ്മൾ പോയി തൊഴുതപ്പോൾ അന്തരീക്ഷമെല്ലാം മാറി. രാവിലെ നല്ല ചൂടായിരുന്നു. അപ്പോൾ ആ വെയിലും ചൂടും ഒക്കെ ആയിട്ട് വൈകുന്നേരത്ത് എന്തോ ഒരു നല്ലൊരു തണുത്ത കാറ്റാണ്. അമ്പലത്തിനകത്ത് തന്നെ നല്ല തണുത്ത കാറ്റാണ്. നമുക്കവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നത്തില്ല. നമ്മൾ ആ അമ്പലം അടയ്ക്കുന്നിടം വരെ നമ്മൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ ഈ പുറത്തെ കാഴ്ചകളാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പം
ഭയങ്കര ഒരു പോസിറ്റീവാണ് നമുക്ക് തരുന്നത്. ഈ കുട്ടികളുടെയൊക്കെ ഡാൻസൊക്കെ ഒന്ന് കാണണം. മതി തൊഴുതല്ലോ, ഇനി നമുക്ക് റൂമിൽ പോയി കിടന്ന് ഉറങ്ങാം എന്ന് നമുക്ക് തോന്നത്തില്ല കേട്ടോ. നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നും, അത്ര പോസിറ്റീവാണ്. തിങ്കളാഴ്ച ദിവസം രാവിലത്തെയും സന്ധ്യക്കലത്തെയും വീഡിയോയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി ചൊവ്വാഴ്ചത്തെ രാവിലത്തെ വീഡിയോ ഞാൻ ഇടാം. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ലൈക്കും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. എല്ലാവരും മൂകാംബിക ക്ഷേത്രത്തിൽ പോയി അമ്മയെ കണ്ട് തൊഴണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരു പോസിറ്റീവാണ് നമുക്ക് കിട്ടുന്നത്, മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ആ യാത്രയും എല്ലാം. അപ്പം നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. നാളെ രാവിലെ വീണ്ടും അമ്പലത്തിൽ വരാം. അപ്പം ചൊവ്വാഴ്ചത്തെ രാവിലത്തെ വിശേഷം അടുത്ത വീഡിയോയിലിടാം. അപ്പം ബൈ എല്ലാവർക്കും.